നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യതലസ്ഥാനത്തെ നിവാസികൾ ഇന്ന് ഉണർന്നത് കനത്ത മൂടൽ മഞ്ഞിലേക്കായിരുന്നു. പലയിടങ്ങളിലും കാഴ്ചപരിധി 50 മീറ്ററിൽ താഴെയായി കുറഞ്ഞത് ദൈനംദിന ജീവിതത്തെയും ഗതാഗതത്തെയും സാരമായി ബാധിച്ചു. ധൗളാകുവാൻ, അക്ഷർധാം, ദ്വാരക, മദർ തെരേസ ക്രസന്റ് മാർഗ് എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടതെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത് തിങ്കളാഴ്ച രാവിലെ ജോലിക്കും മറ്റും ഇറങ്ങിയവരുടെ യാത്രയും വലിയ രീതിയിൽ തടസ്സപ്പെടുത്തി. ഇന്നത്തെ തീവ്രമായ മൂടൽമഞ്ഞിന് പ്രധാന കാരണം ഡൽഹിയിലെ ശൈത്യകാലത്തെ സാധാരണ കാലാവസ്ഥാ സാഹചര്യങ്ങളുടെ സംയോജനമാണ്. ഞായറാഴ്ച പെയ്ത നേരിയ മഴ ഉപരിതല താപനില കുറച്ചു. മൂടൽമഞ്ഞ് രൂപപ്പെടുന്നതിന് അനുകൂലമായ തണുത്തതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. കുറഞ്ഞ താപനില 10 സെൽഷ്യസ് ടു 12 സെൽഷ്യസ് വരെയായിരുന്നു. സീസണിൽ ശരാശരിയേക്കാൾ അല്പം കൂടുതലായിരുന്നു. പക്ഷേ ഉയർന്ന ആപേക്ഷിക ആർദ്രതയുമായി ചേരുമ്പോൾ ഘനീഭവിക്കുന്നതിന് ഇത് പര്യാപ്തമാണ്. പലപ്പോഴും അതിരാവിലെ 90% മുതൽ 97% വരെ കവിയുന്നു. സജീവമായ വെസ്റ്റേൺ ഡിസ്റ്റർബൻസിന്റെ സ്വാധീനം മൂലം ആകാശം മേഘാവൃതമായതും ഈർപ്പം തങ്ങി നിന്നതും മൂടൽമഞ്ഞ് പെട്ടെന്ന് നീക്കം ചെയ്യപ്പെടുന്നതിന് തടസ്സമായി രാത്രിയിൽ ആകാശം തെളിയുമ്പോഴോ ഭാഗികമായി മേഘാവൃതമാകുമ്പോഴോ ഭൂമി തണുക്കുകയും ഉപരിതലത്തോട് ചേർന്നുള്ള വായു അതിന്റെ ഡ്യൂ പോയിന്റിന് താഴെയാകുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. മുൻ ദിവസത്തെ മഴയിൽ നിന്നുള്ള ഈർപ്പം കൂടി ചേർന്നതോടെ നഗരത്തെ മണിക്കൂറുകൾക്കുള്ളിൽ മഞ്ഞ് പുതപ്പിച്ചു. സ്വാഭാവികമായ മൂടൽമഞ്ഞിനെ കൂടുതൽ കടുപ്പമേറിയ സ്മോഗ് ആക്കി മാറ്റുന്നതിൽ ഡൽഹിയിലെ വായു മലിനീകരണം വലിയ പങ്ക് വഹിക്കുന്നു. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കണക്കനുസരിച്ച് എയർ ക്വാളിറ്റി ഇൻഡെക്സും 196-നും 278-നും ഇടയിലായിരുന്നു. വായുവിലെ മലിനീകരണത്തെ കണികകൾ ഈർപ്പത്തെ തടഞ്ഞു നിർത്തുകയും കാഴ്ചപരിധി വീണ്ടും കുറയ്ക്കുകയും ചെയ്യുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര എയർപോർട്ടിൽ CAT-3 സംവിധാനം ഏർപ്പെടുത്തി. ഇത് കുറഞ്ഞ കാഴ്ചപരിധിയിലും വിമാനങ്ങൾ ഇറക്കാൻ സഹായിക്കുമെങ്കിലും സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ട്. പ്രധാന റോഡുകളിലും ഹൈവേകളിലും ഗതാഗതം മന്ദഗതിയിലായതിനാൽ ഉച്ചയ്ക്ക് മുമ്പ് സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ രാവിലെയും രാത്രിയും മൂടൽമഞ്ഞ് തുടരുമെന്നും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും പരമാവധി താപനില 21 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമെന്നും IMD പ്രവചിക്കുന്നു. ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. പരമാവധി താപനില 21 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാനാണ് സാധ്യത. ആഴ്ചയുടെ അവസാനത്തിൽ മറ്റൊരു വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കൂടി എത്തുന്നതോടെ നേരിയ മഴയ്ക്കും മൂടൽമഞ്ഞ് തുടരാനും സാധ്യതയുണ്ട്. പ്രകൃതിദത്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും വർദ്ധിച്ചുവരുന്ന വായു മലിനീകരണവും എങ്ങനെയാണ് ഡൽഹിയിലെ അന്തരീക്ഷത്തെ ദോഷകരമായി ബാധിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ആവർത്തിച്ചുള്ള ഈ പ്രതിഭാസം.